Hi students, welcome to the last session of inverse trigonometric functions. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത പോലെ കുറച്ച് പ്രോബ്ലംസ് കൂടി ഡിസ്കസ് ചെയ്യാനുണ്ട്. പ്രോബ്ലംസ് ഒന്ന് സൊല്യൂഷൻ ഓഫ് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഇക്വേഷൻസ് ആണ്. അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞ് ക്വസ്റ്റ്യൻസ് ടേക്കൺ ഫ്രം പ്രീവിയസ് ഇയർ JE ആൻഡ് കീം കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നു. ബാക്കി ക്വസ്റ്റ്യൻസ് പിന്നീട് ഡിസ്കസ് ചെയ്യാം. ലെറ്റ്സ് ഗോ ടു ദി പ്രോബ്ലം. യെസ്, സോൾവ് ദി ഇക്വേഷൻസ്. ഈ 4 ക്വസ്റ്റ്യൻ ആണ് ഞാനിവിടെ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ശ്രദ്ധിക്കാം. ഇവിടെയൊക്കെ ശ്രദ്ധിക്കേണ്ടത് സോൾവ് ദി ഇക്വേഷൻസ് എന്ന് പറഞ്ഞ 4 ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഇവിടെയൊക്കെ നമുക്ക് എക്സിൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എക്സിൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഒന്നാമത് നോക്കാം. tan inverse of 2x plus tan inverse of 3x equal to pi by 4 അല്ലേ? എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത്? എങ്ങനെയാണ് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത്? ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കാനുള്ള ഇത്തരം പ്രോബ്ലംസിൽ ശ്രദ്ധിക്കാനുള്ളത്, നമുക്കിത് സോൾവ് ചെയ്ത് കിട്ടിയ ആൻസർ ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ വാല്യൂസ് ഉണ്ടാവും എക്സിന്. ഈ ഒന്നിൽ കൂടുതൽ വാല്യൂസ് എല്ലാ വാല്യൂസും കിട്ടിയ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെന്നില്ല. അത് നമ്മളൊന്ന് റീചെക്ക് ചെയ്യേണ്ടി വരും മിക്കവാറും. ഓക്കെ, let's go to the first problem. Tan inverse of 2x plus tan inverse of 3x equal to pi by 4 എന്നുള്ളത് നമുക്കറിയാം. what is tan inverse of x plus tan inverse of y, which is tan inverse of x plus y by 1 minus xy. that is tan inverse of 2x plus 3x by 1 minus 2x into 3x. that is equal to pi by 4. അപ്പോൾ ഇതെന്ത് വരും? it is 5x by 1 minus 6x square equal to tan inverse of this equal to pi by 4. Then 5x by 1 minus 6x square equal to tan pi by 4. അല്ലേ? what is tan pi by 4? 1. അപ്പോൾ ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടും. that is 5x by 1 minus 6x square equal to 1. that is 6x square plus 5x minus 1 equal to 0 എന്ന ഇക്വേഷൻസ് കിട്ടും. ഓക്കെ, ഇനി ഇത് സോൾവ് ചെയ്താൽ നോക്കാം. അത് സോൾവ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് x equal to 1 by 6 and minus 1 ആണ്. ഓക്കെ, ഇതൊന്ന് സോൾവ് ചെയ്യാം. ഇറ്റ്സ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. എക്സ് ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുന്ന ഫോർമുല ഉപയോഗിച്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ എക്സ് ഈക്വൽ ടു 1 by 6 മൈനസ് 1 എന്ന 2 വാല്യൂ ആണ് ഇവിടെ ഉള്ളത്. ഇവിടെ എക്സ് ഈക്വൽ ടു മൈനസ് 1 എന്ന വാല്യൂ ഇൻഅഡ്മിസിബിൾ ആണ്. എന്താ കാര്യം എന്ന് വെച്ചാൽ, ഈ ഇക്വേഷനിൽ എക്സിന് -1 കൊടുത്തേ. tan inverse of 2 into minus 1, tan inverse of minus 2, tan inverse of minus x is minus tan inverse x, നെഗറ്റീവ് ആണ്. ഇവിടെയും അതുപോലെ എക്സിന് -1 കൊടുത്താൽ tan inverse of minus 3 അതും നെഗറ്റീവ് ആണ്. അപ്പോൾ എന്തുകൊണ്ടും ലെഫ്റ്റ് ഹാൻഡ് സൈഡ് മൊത്തം എന്താണ്? നെഗറ്റീവ് ആണ്. ബട്ട് റൈറ്റ് ഹാൻഡ് സൈഡ് എന്താണ്? പൈ ബൈ 4 ആണ്. അത് പോസിറ്റീവ് ആണ്. അപ്പം ലെഫ്റ്റ് ഹാൻഡ് സൈഡ് നെഗറ്റീവും റൈറ്റ് ഹാൻഡ് സൈഡ് പോസിറ്റീവും ആണ് കിട്ടുന്നത്. അപ്പോൾ എന്തായാലും അത് സൊല്യൂഷനായിട്ട് എടുക്കാൻ പറ്റില്ല. ഓക്കെ, so the only solution is x equal to 1 by 6. പോസിറ്റീവ് വാല്യൂ ആണ് സൊല്യൂഷൻ ആവാം. ഓക്കെ ഓക്കെ അല്ലേ? അടുത്ത പ്രോബ്ലത്തിലേക്ക് പോവാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, tan inverse of x minus 1 by x minus 2 plus tan inverse of x plus 1 by x plus 2 equal to pi by 4. ഓക്കെ, ഇതേ മെത്തേഡ് തന്നെയാണ് നമുക്ക് ചെയ്തു. എന്താ tan inverse x plus tan inverse y? ഇതും tan inverse of x plus tan inverse of y equal to tan inverse of x plus y by 1 minus xy എന്ന ഫോർമുലയാണ് ഉപയോഗിക്കുന്നത്. കണ്ടില്ലേ? x plus y by 1 minus x into y ടൈം. ഓക്കെ, ഒന്ന് സിംപ്ലിഫൈ ചെയ്യുന്നു. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. സിംപ്ലിഫൈ ചെയ്താൽ it is tan inverse of x square plus x minus 2 plus x squared minus x minus 2 divided by denominator x square minus 4 minus x square minus 1. ഓക്കെ, അതിനിടയിലെ സിംപ്ലിഫിക്കേഷൻ ശരിക്കും ഒന്ന് ശ്രദ്ധിക്കുക. ഞാൻ ആ ഡിനോമിനേറ്റർ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. x minus 2 into x plus 2, ഇവിടെയും x minus 2 into x plus 2 ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. and equal to pi by 4. ഓക്കെ, now simplifying this, which is 2x square minus 4 by minus 3 എന്ന് വരും, equal to
tan pi by 4 അല്ലേ? ഈ tan ഇൻവേഴ്സ് അപ്പുറത്ത് പോട്ടെ, tan pi by 4. But tan pi by 4 is 1. അപ്പോൾ 2x square minus 4 by minus 3 equal to 1 എന്ന് കിട്ടും. That is 2x square minus 4 equal to minus 3. That is 2x square equal to 1. That is x square equal to 1 by 2 and x equal to plus or minus 1 by root 2. ഇതാണ് സൊല്യൂഷൻ ആയിട്ട് വരിക. ഓക്കെ, ഇവിടെ പ്ലസ് ഓർ മൈനസ് 1 ബൈ റൂട്ട് 2 രണ്ട് വാല്യൂ വരാം, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, തേർഡ് ക്വസ്റ്റിലോട്ട് പോകാം. And third question is 2 tan inverse of cos x equal to tan inverse of 2 cosec x. അതാണ് തേർഡ് ക്വസ്റ്റ്യൻ വരുന്നത്. ഓക്കെ, ഇവിടെ തന്നെയാണ് we are required to find the value of x which satisfies the condition എന്നുള്ളതാണ്. ഓക്കെ, എന്താ വരിക? 2 tan inverse of cos x equal to tan inverse of 2 cosec x ആണ്. ഇവിടെ 2 tan inverse of cos x, ഈ റിസൾട്ട് ഓർമ്മയുണ്ടോ? എന്താണ് 2 tan inverse x is tan inverse of 2x by 1 minus x square എന്ന റിസൾട്ട് ഉണ്ട് അല്ലേ? tan inverse of 2x by 1 minus x square പ്രോപ്പർട്ടി ശ്രദ്ധിക്കുക. and equal to tan inverse of 2 cosec x. so രണ്ട് വശത്തും tan inverse ഉണ്ട്, ഒഴിവാക്കാം. then 2 cos x by 1 minus cos square x equal to 2 cosec x എന്ന് വരും. okay, and 1 minus cos square x is here is sin square x equal to cosec x നെ 1 by sin x എന്നും എഴുതാം. ഓക്കെ അല്ലേ? നൗ ഒരു sin x ക്യാൻസൽ ചെയ്യാം, പ്രൊവൈഡഡ് sin x നോട്ട് ഈക്വൽ ടു 0 അല്ലേ? അപ്പം cos x by sin x equal to 1 എന്ന് വരും. ദാറ്റ് ഈസ് cos x equal to sin x. എപ്പോഴാണ് cos x equal to sin x ആവുന്നത്? ഏത് ആംഗിളിലാണ്? ഈസ് 45 ഡിഗ്രി, പൈ ബൈ 4 അല്ലേ? അപ്പോൾ അതാണ് ഇവിടുത്തെ സൊല്യൂഷൻ ആയിട്ട് വരിക. x equal to പൈ ബൈ 4 ആണ് ഇതിൻ്റെ സൊല്യൂഷൻ. ഈസിയാണ്. ഓക്കെ അല്ലേ? ദാറ്റ്സ് എ തേർഡ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഫോർത്ത് ക്വസ്റ്റ്യനോട് പോകാം. സേ ദിസ്. സോൾവ് ചെയ്യേണ്ടത് സൈൻ ഇൻവേഴ്സ് ഓഫ് 1 മൈനസ് എക്സ് മൈനസ് 2 സൈൻ ഇൻവേഴ്സ് എക്സ് ഇക്വൽ ടു പൈ ബൈ 2 അല്ലേ? ഇവിടെയും എക്സിൻ്റെ വാല്യൂ ആണ് നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടത്. ശ്രദ്ധിക്കും, പ്രോബ്ലത്തിലോട്ട്. It is sin inverse of 1 minus x minus 2 sin inverse x equal to pi by 2. Correct? Then what is sin inverse of 1 minus x? Which is pi by 2 plus 2 sin inverse x. This minus 2 sin inverse x right hand side. Okay. Now sin inverse of this equal to pi by 2 plus 2 sin inverse x. So what is 1 minus x? Which is sin of pi by 2 plus 2 sin inverse x. Ready? And the sin of pi by 2 plus 2 sin inverse x and the sin 90 plus theta, it is cos theta. Ready? So 1 minus x equal to cos 2 sin inverse x. Orka, this sin pi by 2 plus theta form ആണ്. ഇതാണ് theta ആയിട്ട് എടുത്തിരിക്കുന്നത്. What is sin 90 plus theta? It is cos theta. അപ്പോൾ cos of 2 sin inverse x എന്ന് കിട്ടും. Ready? So 1 minus x equal to 2 cos of 2 sin inverse x. എന്താ വരുന്നത്? വിച്ച് ഈസ് 1 മൈനസ് എക്സ് ഈക്വൽ ടു കോസ് 2 തീറ്റ. തീറ്റ എന്നുള്ള സൈൻ ഇൻവേഴ്സ് എക്സിന് തൽക്കാലം ഞാൻ ഇവിടെ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ തീറ്റ ഫോർമുല പറയാൻ വേണ്ടി പറഞ്ഞതാണ്. ഇവിടെ നമ്മൾ പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ട് സൈൻ ഇൻവേഴ്സ് എക്സിന് ഞാൻ തീറ്റ എന്ന് കൊടുത്തിരിക്കും. തീറ്റ ഈസ് സൈൻ ഇൻവേഴ്സ് എക്സ്, ദെൻ എക്സ് ഈക്വൽ ടു സൈൻ തീറ്റ. ഓക്കെ, 1 മൈനസ് എക്സ് ഈക്വൽ ടു കോസ് 2 തീറ്റ എന്ന് കിട്ടും. കോസ് 2 തീറ്റയെ നമുക്ക് സൈനിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുമോ? എന്താ ഫോർമുല? 1 minus x equal to 1 minus 2 sin squared theta. ശരിയല്ലേ? ദാറ്റ് ഈസ് 1 മൈനസ് സൈൻ തീറ്റയ്ക്ക് പകരം എക്സ് കൊടുക്കുക, ദെൻ 2x സ്ക്വയർ. അപ്പോൾ കിട്ടുന്നത് 1 മൈനസ് എക്സ് ഈക്വൽ ടു 1 മൈനസ് 2x സ്ക്വയർ എന്നാണ്. 1 ക്യാൻസൽ ചെയ്യാം രണ്ട് സൈഡിൽ നിന്നും, ദെൻ മൈനസും ക്യാൻസൽ ചെയ്യാം, ദെൻ എക്സ് ഈക്വൽ ടു 2x സ്ക്വയർ എന്നാണ് വരിക അല്ലേ? അങ്ങനെ വന്നു കഴിഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ എന്തായിരിക്കും? ഏതർ എക്സ് ഈക്വൽ ടു 0 ഇല്ലെങ്കിൽ എക്സ് ഈക്വൽ ടു 1/2 എന്ന് കിട്ടും. എക്സിൻ്റെ വാല്യൂ 0 ഓർ 1/2. ഇനി രണ്ട് വാല്യൂ സൊല്യൂഷൻ ആണോ എന്ന് വേണം ചെക്ക് ചെയ്യാം കേട്ടോ. എക്സ് ഈക്വൽ ടു 1/2 അഡ്മിസിബിൾ അല്ല, ഒന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുന്നു. ഓക്കെ, എക്സ് ഈക്വൽ ടു 0 കൊടുത്താൽ ഓക്കെ ആവും. എക്സ് ഈക്വൽ ടു 1/2 കൊടുത്താൽ ഇതാ വേണം നോക്കാം. സൈൻ ഇൻവേഴ്സ് ഓഫ് 1 മൈനസ് 1/2, സൈൻ ഇൻവേഴ്സ് ഓഫ് 1/2 മൈനസ് 2 സൈൻ ഇൻവേഴ്സ് ഓഫ് 1/2 എന്ന് വെച്ചാൽ അവിടെ നെഗറ്റീവാണ്. പക്ഷേ റൈറ്റ് ഹാൻഡ് സൈഡ് π/2 പോസിറ്റീവാണ്. അപ്പോൾ അത്
സാറ്റിസ്ഫൈ ചെയ്യില്ല. ഓക്കെ, സോ ദ സൊല്യൂഷൻ ഈസ് എക്സ് ഈക്വൽ ടു 0 ആണ്. ഇതാണ് സൊല്യൂഷൻ കണ്ടുപിടിക്കുന്ന ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഇക്വേഷൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്ന രീതി. ഓക്കെ, ഇത്രയും കൊണ്ട് നമ്മുടെ ടോപ്പിക്ക് തീരുകയാണ്. തന്നെ ഇതിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് കുറച്ച് പ്രീവിയസ് ഇയറിലെ JEE കീം ക്വസ്റ്റ്യൻസ് ഒരു 3-4 ക്വസ്റ്റ്യൻ എക്സാമ്പിൾ ഡിസ്കസ് ചെയ്യുന്നു. അത് പറയുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടില്ലാത്ത ഒരു പ്രോപ്പർട്ടി, ടാൻ ഇൻവേഴ്സിൻ്റെ ഒരു പ്രോപ്പർട്ടി. ഓക്കെ, പഠിച്ച ഒരു പ്രോപ്പർട്ടിയുടെ ഒരു എക്സ്റ്റൻഷൻ എന്ന് വേണം പറയാൻ. നമുക്ക് നോക്കാം. പഠിച്ച ഒരു റിസൾട്ട്, അതിൻ്റെ എക്സ്റ്റൻഷൻ ഇതാണ്. ഓക്കെ, tan inverse x plus tan inverse of y plus tan inverse of z equal to tan inverse of x plus y plus z minus xyz divided by 1 minus xy plus yz plus zx xz. അല്ലേ, ഇതാണ് റിസൾട്ട്. നേരത്തെ നമ്മൾ 2 ടാൻ ഇൻവേഴ്സിൻ്റെ സമ്മിൻ്റെ പഠിച്ചിരുന്നു. ഇത് 3 ടാൻ ഇൻവേഴ്സിൻ്റെയാണ്. വേണമെങ്കിൽ ഇതിനെ നമുക്കൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യാം. ഓക്കെ, ഇതായതുപോലെ tan inverse of x1 plus tan inverse of x2 plus etc plus tan inverse of xn n എലമെൻ്റ് ഉണ്ട്, n tan inverse ഉണ്ട് ഇവിടെ. റിസൾട്ട് ഇതാണ്. ഇറ്റ് ഈസ് tan inverse of s1 minus s3 plus s5 minus s7 etc by 1 minus s2 plus s4. എന്താണ് ഈ s1 s2 s3 ഒക്കെ പറയുന്നത്? s1 is sum of one combination. അതായത് ഇവിടെ നോക്കിയില്ലേ, x plus y plus z, ഇതാണ് s1. ഓക്കെ, എന്താ S3 സം ഓഫ് 3 കോമ്പിനേഷൻ. ഇപ്പോൾ 3 എലമെൻ്റ് ആണ് ഇവിടെ ഉള്ളതെങ്കിൽ സം ഓഫ് 3 കോമ്പിനേഷൻ ഒന്നേ ഉണ്ടാവുള്ളൂ, ദാറ്റ് ഈസ് എക്സ് വൈ സെഡ് ഇല്ലേ. ദെൻ ഇവിടെ നോക്കിക്കോ, 1 മൈനസ് S2. ഇവിടെ എന്താ S2 മീൻസ് സം ഓഫ് 2 കോമ്പിനേഷൻ, ദാ എക്സ് വൈ പ്ലസ് വൈ സെഡ് പ്ലസ് എക്സ് സെഡ്. ഇവിടെ 3 എലമെൻ്റ് ഉള്ളെങ്കിൽ മാക്സിമം S3 വരെ ഉണ്ടാവുള്ളൂ. 4 എലമെൻ്റ് ആണ് ഇവിടെയെങ്കിൽ S4 വരെ പോകും, S5 ഉണ്ടാവില്ല. ഓക്കെ, ഇതാണ് അതിൻ്റെ ഒരു ജനറലൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതൊന്ന് ഓർത്തിരിക്കും. ദെൻ കുറച്ച് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നോക്കാം. സി, ഇത് മുമ്പ് ചോദിച്ചതാണ്. ഇഫ് സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് സൈൻ ഇൻവേഴ്സ് ഓഫ് വൈ പ്ലസ് സൈൻ ഇൻവേഴ്സ് ഓഫ് സെഡ് ഈക്വൽ ടു 3π/2, then the value of x raised to 1000 plus y raised to 1001 plus z raised to 1002 minus 9/x raised to 1003 plus y raised to 1004 plus z raised to 1005. സോ ക്വസ്റ്റ്യൻസ് കണ്ടു കഴിഞ്ഞാൽ വലിയ എക്സ്പ്രഷൻ പോലെ തോന്നും, ബട്ട് ഇറ്റ് ഈസ് വെരി ഈസി. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, സം ഓഫ് 3 സൈൻ ഇൻവേഴ്സ് ഫംഗ്ഷൻ ഈസ് 3π/2. നമ്മൾ ഓർക്കേണ്ടതാണ്, വാട്ട് ഈസ് എ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് ഓഫ് സൈൻ ഇൻവേഴ്സ്, വിച്ച് ഈസ് ക്ലോസ്ഡ് ഇൻ്റർവൽ -π/2. എന്ന് വെച്ചാൽ സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ മിനിമം വരാവുന്ന വാല്യൂ -π/2, മാക്സിമം വരാവുന്ന വാല്യൂ π/2 ആണ്. ഓർക്കുക, സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ മാക്സിമം വാല്യൂ π/2 ആണ്. ഇവിടെ എന്താ, ഇവിടെ 3 സൈൻ ഇൻവേഴ്സ് ഫംഗ്ഷൻ ആഡ് ചെയ്യുമ്പോൾ 3π/2 ആണ് കിട്ടുന്നത് അല്ലേ. അങ്ങനെ 3π/2 കിട്ടണമെങ്കിൽ ഓരോന്നും അതിൻ്റെ മാക്സിമം ആയിരിക്കും. അതായത് സൈൻ ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് ഓഫ് വൈ ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് ഓഫ് സെഡ് ഈക്വൽ ടു π/2 ആയിരിക്കും. ഉറപ്പല്ലേ? സോ വാട്ട് ഈസ് എക്സ് വൈ സെഡ്? സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് π/2 ആണെങ്കിൽ എക്സ് ഈക്വൽ ടു വൈ ഈക്വൽ ടു സെഡ് ഈക്വൽ ടു സൈൻ π/2 ആയിരിക്കും. ശരിയല്ലേ? ദാറ്റ് ഈസ് 1. അപ്പോൾ എക്സിൻ്റെയും വൈൻ്റെയും സെറ്റിൻ്റെ വാല്യൂ 1 ആണ്. വി ആർ റിക്വയർഡ് ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് ദിസ് എക്സ്പ്രഷൻ അല്ലേ. നമ്മൾ കൊടുത്തിരിക്കുന്ന ഈ എക്സ്പ്രഷൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഒന്നുമില്ല, എക്സിനും വൈക്കും സെറ്റിനും അവിടെ 1 കൊടുത്താൽ മതി, അത്രേ ഉള്ളൂ അല്ലേ. is 1 raised to 1000 plus 1 raised to 1000 എല്ലാം 1 ആണ്. minus 9/1 plus 1 plus 1, that is 3 minus 9/3, that is 0 is the answer B. ഓക്കെ, വളരെ ഈസിയാണ്. ഇതൊരു മുമ്പ് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണത്. ഓക്കെ, വേറെ ക്വസ്റ്റ്യനോട്ട് പോകാം. അതേപോലുള്ള വേറെ ക്വസ്റ്റ്യൻ ആണത്. ഇഫ് കോസ് ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് ഓഫ് വൈ പ്ലസ് കോസ് ഇൻവേഴ്സ് ഓഫ് സെഡ് ഈക്വൽ ടു 3π, what is the value of xy plus yz plus zx? ഇതുപോലെ കോസ് ഇൻവേഴ്സിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് എന്താണ്? ക്ലോസ്ഡ് ഇൻ്റർവൽ 0π ആണ്. എന്താ കോസ് ഇൻവേഴ്സ് എക്സിൻ്റെ മാക്സിമം വാല്യൂ? π ആണ്. ഇവിടെയും കണ്ടോ, 3 കോസ് ഇൻവേഴ്സ് എക്സ് ആഡ് ചെയ്യുമ്പോൾ 3π ആണ് കിട്ടുന്നത്. അപ്പോൾ ഓരോന്നും ഈച്ച് ഈക്വൽ ടു π ആയിരിക്കും അല്ലേ.
Then cos inverse of x pi ആണ്, cos inverse of y ഉം cos inverse of z ഉം pi ആണ്. Then x equal to cos pi, y equal to cos pi, z equal to cos pi. What's the value of cos pi? -1. x നും y നും z നും ഇവിടെ -1 കൊടുത്താൽ മതി. So the answer is 3 itself. Okay, easy ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. If tan inverse x plus tan inverse of y plus tan inverse of z pi by 2 ആണെങ്കിൽ what's the value of 1 by x plus 1 by y plus 1 by z? നേരത്തെ ചെയ്ത പോലെ ചെയ്യാൻ ശ്രമിക്കേണ്ട, കിട്ടില്ല. ഓക്കെ, ഇതിനൊരു ഫോർമുല ഉണ്ടല്ലോ. എന്താ tan inverse x plus tan inverse of y plus tan inverse of z? പഠിച്ചിട്ട് നമ്മൾ ഇപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. ഇതല്ലേ റിസൾട്ട്? ഇറ്റ് ഈസ് tan inverse of x plus y plus z minus xyz by 1 minus xy plus yz plus zx. ശരിയല്ലേ? ദിസ് ഈക്വൽ ടു പൈ ബൈ 2 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താ വരും? ഇത് പൈ ബൈ 2 ആണെങ്കിൽ ഈ എക്സ്പ്രഷൻ പൈ ബൈ 2 ആണെങ്കിൽ ദിസ് ഈക്വൽ ടു ടാൻ പൈ ബൈ 2. വാട്ട് ഈസ് ടാൻ പൈ ബൈ 2? നോട്ട് ഡിഫൈൻ, ഇൻഫിനിറ്റി ഇല്ലേ? സോ ദിസ് എക്സ്പ്രഷൻ ഈസ് ഇൻഫിനിറ്റി എന്ന് പറയണമെങ്കിൽ the possibility is the denominator is 0. What is the denominator? 1 minus xy plus yz plus zx equal to 0. എന്ന് വെച്ചാൽ xy plus yz plus zx equal to 1 ആയിരിക്കും. ഓക്കെ അല്ലേ? ഇനി എന്താ ചെയ്യാം? നമുക്ക് വേണ്ടത് 1 by x plus 1 by y plus 1 by z വാല്യൂ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഒരു എക്സ് വൈ സെഡ് കൊണ്ട് രണ്ട് സൈഡിലും ഡിവൈഡ് ചെയ്തേ, എക്സ് വൈ സെഡ് കൊണ്ട് ഡിവൈഡ് ചെയ്തേ. ദെൻ 1 by z plus 1 by x plus 1 by y equal to 1 by xyz എന്ന് ആൻസർ കിട്ടും. ഓക്കെ, നെക്സ്റ്റ്. യെസ്, തീറ്റ ഈക്വൽ ടു, ഇത് മുമ്പ് ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ കൂടിയാണ്. ഇഫ് തീറ്റ ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ മൈനസ് 600 ഡിഗ്രി, then one of the possible value of theta. പ്രോപ്പർട്ടി ഉപയോഗിച്ച് സൈൻ വേഴ്സ് ഓഫ് സൈൻ തീറ്റയെ കൊണ്ട് തീറ്റ എന്ന് ചാടിക്കറി എഴുതരുത്. എന്താ കാര്യം? അല്ലേ? പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് ഒക്കെ അവിടെ ഉണ്ട്, ശരിക്ക് ശ്രദ്ധിക്കേണ്ടതാണ്. യെസ്, എന്താവും നോക്കാം. ഒന്നുമില്ല, -600 നമ്മൾ സൈൻ ഇൻവേഴ്സിന്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചിലേക്ക് റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ -600 ഡിഗ്രി ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ മൈനസ് തീറ്റ which is minus sin theta ആണ്. So minus 600നെ 3 into 180 plus 60 എന്ന് എഴുതാം. കറക്റ്റ് അല്ലേ? 3 times 180, 3 times 180 plus 60 ഏത് ക്വാഡ്രൻ്റാ? തേർഡ് ക്വാഡ്രൻ്റ്. തേർഡ് ക്വാഡ്രൻ്റിൽ സൈൻ വീണ്ടും നെഗറ്റീവ് ആണ്. സോ സൈൻ ഇൻവേഴ്സ് ഓഫ്, സോ നെഗറ്റീവ് ഓൾറെഡി ഇത്, ദെൻ മൈനസ് സൈൻ 60 അല്ലേ? സൈൻ 3 times 180 plus തീറ്റ മൈനസ് സൈൻ തീറ്റയാണ്. ഓക്കെ, minus minus plus, then sin inverse of sin 60 degrees, no doubt it is 60 degree because 60 degree എവിടെയുണ്ട്? sin inverse ന്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചിലുണ്ട്. that is pi by 3. A is the answer. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. what is the range of sin inverse x plus cos inverse x plus tan inverse x? എന്തായിരിക്കും? ഇതിന് ഡൊമൈൻ ചോദിച്ചാൽ എന്തെഴുതും? ഡൊമൈൻ ചോദിച്ചു കഴിഞ്ഞാൽ ഓരോന്നിൻ്റെയും ഡൊമൈൻ്റെ കോമൺ പോർഷൻ വേണം എഴുതാൻ വേണ്ടിയിട്ട്, ഇല്ലേ? റേഞ്ച് ചോദിച്ചാൽ എങ്ങനെയാ നോക്കാം. റേഞ്ച് അതുപോലെ പറയാൻ പറ്റില്ല. റേഞ്ച് എന്താണ്? ഇവിടെ തന്നെ നമുക്ക് ഈ എക്സ്പ്രഷൻ ഫെമിലർ ആണ്. സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ് പൈ ബൈ 2 ആണ്. അതെപ്പോഴും പൈ ബൈ 2 ആയിരിക്കും. അപ്പോൾ ഇനിയിപ്പം പൈ ബൈ 2 പ്ലസ് ടാൻ ഇൻവേഴ്സ് എക്സ് മാത്രം നോക്കിയാൽ മതി, അല്ലേ? This expression is pi by 2 plus tan inverse x. Okay, tan inverse x ന്റെ റേഞ്ച് നമുക്കറിയാം. എന്താണ്? ബിറ്റ്വീൻ മൈനസ് പൈ ബൈ 2 ആൻഡ് പൈ ബൈ 2 ആണ് പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച്. അപ്പോൾ പൈ ബൈ 2 പ്ലസ് ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെയോ ഒരു പൈ ബൈ 2 ഫുള്ളായിട്ട് ആഡ് ചെയ്താൽ മതി, ശരിയല്ലേ? പൈ ബൈ 2 ആഡ് ചെയ്ത് ഇവിടെ ആഡ് ചെയ്യൂ, ഇവിടെ ആഡ് ചെയ്തേ. സോ പൈ ബൈ 2 പ്ലസ് ടാൻ ഇൻവേഴ്സ് എക്സ്, അതായത് സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് എക്സ് എവിടെ ഉണ്ടാവും? ലൈസ് ബിറ്റ്വീൻ 0 ആൻഡ് പൈ. എന്ന് വെച്ചാൽ ഈ ഫംഗ്ഷന്റെ റേഞ്ച് എന്ന് പറയുന്നത് എന്തായിരിക്കും? റേഞ്ച് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഓപ്പൺ ഇന്റർവൽ 0 പൈ ആയിരിക്കും.
ഓക്കെ അല്ലേ? യെസ്. അടുത്ത പ്രോബ്ലത്തിൽ see the sum of 50 terms of cot inverse of 3 plus cot inverse of 7 plus cot inverse of 13 plus etc. ഈ സീരീസിലെ 50 ടേംസ് അല്ലേ, 50 ടേംസിൻ്റെ സമ്മാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, ആകെ 3 ടേംസ് തന്നിട്ടുള്ളൂ, പ്ലസ് എക്സെട്ര എന്ന് പറഞ്ഞിട്ടുണ്ട്. 50 ടേമും എഴുതണമെന്നൊന്നുമില്ല, നോക്കാം നമുക്ക്. Cot inverse of 3 plus cot inverse of 7 plus cot inverse of 13 etc. equal to can be taken as tan inverse of 1 by 3, no? Plus tan inverse of 1 by 7 plus tan inverse of 1 by 13. Correct അല്ലേ? ബട്ട് ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്, tan inverse of 1 by 3 എഴുതി കണ്ടോളൂ. ഇറ്റ് ഈസ് 2 minus 1 by 1 plus 2 into 1 അല്ലേ? 2 minus 1 1 1 by 3. 1 by 7 എഴുതി കണ്ടോളൂ. 3 minus 2 by 1 plus 3 into 2. 1 by 13 നോക്കിക്കോളൂ. tan inverse of 4 minus 3 by 1 plus 4 into 3. ഈ ഓർഡർ കിട്ടുന്ന ഒരു നമ്പറാണ്. ആ നമ്പർ 3 7 13ൻ്റെ പ്രത്യേകത തന്നെ അതാണ്. 3 എന്ന് വെച്ചാൽ 1 into 2 plus 1, 2 3 into 2 plus 1, 13 4 into 3 plus 1 etc. അങ്ങനെയാണെങ്കിൽ 50th ടേം എന്തായിരിക്കും ശരിക്കും? ഏത് ഓർഡറിലെടുക്കുക? ഫസ്റ്റ് ടേമിൽ 2 minus 1, സെക്കൻഡ് ടേമിൽ 3 minus 2, തേർഡ് ടേമിൽ 4 minus 3. അപ്പോൾ 50th ടേമിലോ നോ ഡൗട്ട് ഇറ്റ് ഈസ് 51 minus 50 by 1 plus 51 into 50 അല്ലേ? ഇതേതാ ഫോർമുല? ഇറ്റ് ഈസ് tan inverse ഓഫ് x minus y by 1 plus xy ആണ്. എന്താ അത്? വിച്ച് ഈസ് tan inverse ഓഫ് x minus tan inverse of y. അതുപോലെ ഇതും സ്പ്ലിറ്റ് ചെയ്യുന്നു. tan inverse of 3 minus tan inverse of 2. ഇതും സ്പ്ലിറ്റ് ചെയ്യാം. tan inverse of 4 minus tan inverse of 3 എക്സെട്ര. ഇതും സ്പ്ലിറ്റ് ചെയ്യുന്നു. tan inverse of 51 minus tan inverse of 50. ഇവിടെ ഒരുപാട് ടേം ക്യാൻസൽ ആവും. സി tan inverse of 2 ക്യാൻസൽഡ്, tan inverse of 3 ക്യാൻസൽ. അങ്ങനെ ഒരുപാട് ടേം ക്യാൻസൽ ആയി പോകും. ബാക്കി വരുന്നത് മൈനസ് tan inverse of 1ഉം tan inverse of 51ഉം അത്രേ ഉണ്ടാവുള്ളൂ ബാക്കി അല്ലേ? tan inverse of 51 മൈനസ് tan inverse of 1 മാത്രമേ ഉണ്ടാവുള്ളൂ. വിച്ച് ഈസ് അഗെയിൻ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുന്നു. tan inverse of 51 മൈനസ് 1 by 1 plus 51 into 1 എത്രയാ? ഇറ്റ് ഈസ് 50 by 52 എന്ന് വരും. tan inverse of 50 by 52 എന്താ? 50 by 52 is 25 by 26 which is cot inverse of 26 by 25 and answer it. That is B is the answer, right? അല്ലേ? ഓക്കെ, യെസ്. ഇത്രയാണ് the last session of inverse trigonometric function. Yes. Next topic here matrices and determinants ആണ്.